ഇപ്പോൾ ഗൾഫിൽ സന്ദർശനം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തത്സമയ ശബ്ദ സംപ്രേഷണം. നമുക്ക് നല്ല രീതിയിൽ തന്നെ വികസിപ്പിക്കാനാവും. അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ കാര്യത്തിൽ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധയാകർഷിക്കുമാറുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഗവേഷണമടക്കം നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. അതുമായി കൂടി ബന്ധിപ്പിച്ച് ആയുർവേദ വികസനം നമുക്ക് നടത്താനാവും. അതിന്റെ ഭാഗമായി അവിടെയുള്ള ആയുർവേദ വികസനം മാത്രമല്ല, അവിടെയുള്ള ആയുർവേദത്തിന്റെ ഭാഗമായി ഇവിടെ ചില പദ്ധതികൾ ആരംഭിക്കാനും കഴിയും. അത്തരം കാര്യങ്ങളിലൊക്കെ നല്ല താല്പര്യം പൊതുവെ ഇവിടെ ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു കോൺക്രീറ്റായി രൂപമായി എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ആദ്യഘട്ടത്തിൽ ഈ താല്പര്യമാണല്ലോ പ്രധാനം. ബാക്കി കാര്യങ്ങൾ പിന്നീട് തുറന്ന് നടപ്പാക്കേണ്ടതാണ്. അതിപ്പോ നല്ല രീതിയിൽ പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ള ഒരു പ്രശ്നം, ഇവിടെ ലക്ഷക്കണക്കിന് മലയാളികളാണ് ഉള്ളത്. ഇതിപ്പോ ദുബായ്, ഷാർജ ഈ രണ്ട് സ്ഥലമാണല്ലോ ഇപ്പോ സന്ദർശിച്ചു. ബാക്കി സ്ഥലങ്ങളിൽ ഇപ്പോൾ പോകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഈ സ്ഥലങ്ങളിലെ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സാംസ്കാരിക നിലയം ഇവിടെ ഉണ്ടായാൽ മലയാളികൾക്ക് ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ നടത്തുന്നതിന് ഉപകരിക്കും. അപ്പൊ ആ ഒരു ആവശ്യം ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ തോതിൽ പണം ചെലവഴിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ. അപ്പൊ ആ കാര്യത്തിൽ സ്കൂളുകൾ ഇപ്പോൾ വരുന്നൊരു താല്പര്യം, മലയാളം കൂടി പഠിക്കണമെന്നൊരു താല്പര്യം മലയാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക്. അതിന് വേണ്ടത്ര സൗകര്യം ഇപ്പോഴായിട്ടില്ല. അപ്പൊ മലയാളം കൂടി പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പബ്ലിക് സ്കൂളുകൾ ഇവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അത് നല്ലതുപോലെ സമൂഹത്തിന് ഉപകരിക്കുന്നതായിരിക്കും, മലയാളി സമൂഹത്തിന് ഉപകരിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോളേജുകളുടെ സൗകര്യം, മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാനുള്ള സൗകര്യം, ഇതൊക്കെ വലിയ തോതിൽ ആഗ്രഹിക്കുന്നതാണ് ഇവിടെയുള്ളത്. അപ്പൊ ആ തരത്തിൽ ഒരു നില വളർത്താനാകും. ചില ആവശ്യങ്ങളും ഇവിടുത്തെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ചികിത്സാ സൗകര്യത്തിൻ്റെതാണ്. ചികിത്സാ സൗകര്യത്തിന് പ്രാഥമികമായി ക്ലിനിക്കുകൾ ആരംഭിക്കുക, പിന്നെ അത് കൂടുതൽ വികസിപ്പിക്കാം. ഈ പറഞ്ഞ മെഡിക്കൽ കോളേജ് തലം വരെ പോകണമെങ്കിൽ പിന്നീട് നമുക്ക് പോകാം. ആദ്യഘട്ടത്തിൽ ക്ലിനിക്കുകളെങ്കിലും ആരംഭിക്കാൻ കഴിയണം എന്ന ഒരു നിർദ്ദേശവും ഇവിടെ സർക്കാരിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ദുബായ് ഭരണാധികാരി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അതോടൊപ്പം തന്നെ ക്യാബിനറ്റ് മിനിസ്റ്ററായ ഹിസ് എക്സലൻസി മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ ഗർഗാവി, ഇവരെ കേരള സന്ദർശനത്തിനായി ക്ഷണിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം ഷാർജ റൂളർ
ഹിസ് ഹൈനസ് ഡോക്ടർ സുൽത്താൻ ബിൻ അൽ ഖാസ്മിയെ ഞങ്ങൾ കാണുകയുണ്ടായി. അത് വളരെ ഫലപ്രദമായ കൂടിക്കാഴ്ചയായി. ഇന്നലെ ഒരു പരിപാടിയിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല, പറഞ്ഞ അതേ രീതിയിൽ ആവർത്തിക്കുന്നില്ല. അത് മലയാളി സമൂഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നതായി കണ്ടത്. ദീർഘകാലമായി ഷാർജയുടെ ഭരണാധികാരിയായി അദ്ദേഹം നിൽക്കുകയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷെ കേരളത്തിൽ വന്നിട്ടില്ല. അപ്പോൾ കേരളം സന്ദർശിക്കാൻ ക്ഷണിക്കുകയുണ്ടായി. അത് അദ്ദേഹം സമ്മതിച്ചു. സെപ്റ്റംബറിൽ കേരളം സന്ദർശിക്കാമെന്നാണ് ഇപ്പോ ഉറപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു ഭരണാധികാരിയാണ് എന്നതോടൊപ്പം തന്നെ ഒരു മഹാപണ്ഡിതൻ കൂടിയാണ് എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി തോന്നിയത്. 45 മിനിറ്റ് സമയം അദ്ദേഹവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്തു. വളരെ തുറന്ന മനസ്സോടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത്. അദ്ദേഹവുമായി ചർച്ച ചെയ്യുമ്പോൾ ഒട്ടേറെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിക്കുന്ന നിലയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതില് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ഫാമിലി സെന്റർ, അതൊരു ടൗൺഷിപ്പ് പോലെ. ഇപ്പൊ ഇവിടെ വലിയ തോതിൽ വാടക കൊടുത്ത് കഴിയേണ്ടി വരുന്നവരാണ് നമ്മുടെ മലയാളി കുടുംബം. അപ്പൊ അവർക്ക് സ്ഥലം ലഭിച്ചാൽ കെട്ടിടം നിർമ്മിച്ച് ഈ വാടക കൊടുക്കുന്ന കാശ് കൊണ്ട് ആ കെട്ടിടം സ്വന്തമാക്കാനാവും. അങ്ങനെ ഒരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കാൻ കഴിഞ്ഞാൽ അത് അദ്ദേഹം അതിനോട് നല്ല രീതിയിലാണ് പ്രതികരിച്ചത്. അത് ആലോചിക്കാമെന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത്. സ്ഥലമാണ് തരേണ്ടത്, ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതാണ്. അതൊരു സംവിധാനം ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അതേപോലെ തന്നെ വലിയ തോതിലുള്ള സാംസ്കാരിക വിനിമയം കേരളവും ഷാർജയും തമ്മിൽ നടന്നതിന്, ഷാർജ കേന്ദ്രമാക്കി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ സ്ഥാപിക്കുന്നതിന്, ഇതിലെല്ലാം നല്ല രീതിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്, ഉറപ്പ് നൽകി. എഴുതി കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. എഴുതി കൊടുത്ത കാര്യങ്ങൾ അവസാനം അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു, ഇത് എല്ലാം പരിശോധിച്ച് നടപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെ ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറയുന്ന നിലയും. അപ്പൊ ഇതിലൊക്കെ കാണുന്നൊരു പ്രത്യേകത, മലയാളി സമൂഹത്തോട് ഇത്ര വലിയ ആദരവ് ഇവിടുത്തെ ഭരണാധികാരികൾക്കടക്കം ഉണ്ടാകാനിടയായത് മലയാളി സമൂഹം ഇവിടെ നടത്തുന്ന മികവുറ്റ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആ ഒരു അംഗീകാരം ആണ് യഥാർത്ഥത്തിൽ സംസ്ഥാനത്തിനും സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ചെന്ന ഞങ്ങൾക്കും ഒക്കെ ലഭിച്ചത്. ഇതാണ് നമ്മൾ അതിലേറ്റവും കാര്യമായിട്ട് കാണേണ്ടത്. അപ്പൊ നമ്മുടെ സമൂഹം അഭിമാനകരമായ ഒരു പങ്കാണ് ഇവിടെ വഹിക്കുന്നത് എന്നത് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഇതാണ് ഈ ചർച്ച. ഇന്നിപ്പോ വൈകുന്നേരം ഒരു പൊതുവായിട്ടുള്ള പരിപാടിയുണ്ട്. എല്ലാ മലയാളികളും പങ്കെടുക്കത്ത തരത്തിലുള്ള ഒരു പരിപാടിയാണ്. ഇന്നലെ വൈകുന്നേരം ഷാർജയിലെ ഇന്ത്യൻ അസോസിയേഷന്റെ സ്കൂൾ
സ്കൂളിന്റെ കെട്ടിട ഉദ്ഘാടന പരിപാടി ഉണ്ടായിരുന്നു. ഇത്രയാണ് നിശ്ചയിച്ചിട്ടുള്ള പരിപാടി. ഇതാണ് പൊതുവിൽ പറയാനുള്ളത്. അദ്ദേഹത്തെ കണ്ടില്ല. അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കൊടുത്തത് മാത്രമാണ്. അതാണ് ഉണ്ടായത്. അദ്ദേഹമായിട്ട് ചർച്ച ചെയ്തില്ല. ഷാർജ റൂളറുമായി നേരിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഈ തീയതിയെല്ലാം തീരുമാനിക്കാനായി. അതാണ് ഉണ്ടായത്. പ്രവാസികളുടെ ജീവൻ പ്രശ്നങ്ങൾ ഗവൺമെന്റ് അഡ്രസ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പരാതിയാണ് വ്യാപകമായിട്ട്. പ്രത്യേകിച്ച് പ്രവാസി ക്ഷേമനിധിയിൽ ഒരു വർധന വേണം, പിന്നെ മടങ്ങിപ്പോകുന്ന പ്രവാസികളുടെ പുനരധിവാസം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു അനുഭവപൂർവമായിട്ടുള്ള നടപടി ഈ ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ 7 മാസം പിന്നിടുമ്പോൾ അവർക്ക് നിരാശയാണുള്ളത്. ആ നിരാശ വേഗം മാറിപ്പോകും. വളരെ ഫലപ്രദമായ നടപടികൾ സർക്കാരിലുണ്ടാകും. ഇപ്പോഴത്തെ സ്ഥിതി വെച്ചാൽ മാറ്റങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ അതല്ല തുടരാൻ പോകുന്നത്. വേഗം തന്നെ ആ കാര്യങ്ങളിൽ മാറ്റം വരും. അത് നമുക്ക് ചർച്ച ചെയ്യാം എങ്ങനെ വേണമെന്നത്. അതായത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി കൂടി പങ്കുവഹിച്ചുകൊണ്ടുള്ള കാര്യമാണ് ഇവിടെ വേണ്ടത്. കേവലം സർക്കാർ വന്നിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്യലല്ല. അപ്പൊ അത്തരം കാര്യങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് നമുക്ക് പൊതുവിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാം. അത് ഞാൻ ആ സമയം തന്നെ പറഞ്ഞു. എല്ലാ ഫാമിലി സെന്റർ എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിന് കീഴിൽ വരേണ്ടതാണ്. ഫാമിലി സിറ്റി എന്നാണ് അതിനെ കാണേണ്ടത്. അത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിങ്ങളെല്ലാം ഒരു 100 ആളുകൾ കൂടിയാണെന്ന് വിചാരിക്കുക. അവർ കൂടി ഒരു സംവിധാനം ഉണ്ടാക്കിയാൽ അത് സാധിക്കും. ആ തരത്തിലാണിത് വേണ്ടത്. സ്ഥലം ലഭ്യമാവണം, എന്നാലേ പ്രാവർത്തികമാക്കാൻ. അതെ, അദ്ദേഹം ഒരു പ്രത്യേക ആളാണല്ലോ. അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. 2 ഡോക്ടറേറ്റ് സ്വന്തമായിട്ട് എഴുതിയെടുത്തിയാലാണ് അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ധാരാളം ഡോക്ടറേറ്റുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്കൊരു അവസരം തരണം, കോഴിക്കോട് യൂണിവേഴ്സിറ്റിക്ക് ഒരു ഡോക്ടറേറ്റ് നൽകണം എന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞങ്ങൾക്കൊരു അവസരം തരണം. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചു. അത് സ്വീകരിക്കാം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. പ്രവാസികളുടെ ക്ഷേമനിധി പെൻഷൻ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ പിന്നെ പല കാര്യങ്ങളിലും മാറ്റങ്ങൾ ആവശ്യമുണ്ട്. ആ മാറ്റങ്ങൾ അടങ്ങുന്ന തീരുമാനം അടുത്ത് തന്നെ ഉണ്ടാവും. വളരെ വലിയ താമസമില്ലാതെ തന്നെ ഉണ്ടാവും. പറഞ്ഞല്ലോ, സംസ്ഥാനത്തിന്റെ വികസനത്തിൽ പ്രവാസികളെ പങ്കുവഹിച്ചു. മിനിമം ഗ്യാരണ്ടി സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അതായത് പ്രവാസി വിഷയത്തിൽ മിനിമം ഗ്യാരണ്ടി സർക്കാർ നൽകുന്നുണ്ട്. കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് താങ്കൾ അബുദാബി നടത്തിയ പഠന കോൺഗ്രസിൽ പ്രവാസികളുടെ ഒരുപാട് ആവശ്യങ്ങൾ ഏറ്റെടുക്കുകയും നടപ്പാക്കുകയും പറഞ്ഞു. 7 മാസം പിന്നിട്ടിരിക്കുകയാണ്. പ്രവാസി നിക്ഷേപങ്ങൾക്ക് വ്യക്തമായ പരിഗണന പറയുമ്പോൾ തന്നെ കേരളത്തിൽ പറയാം വനിതാ കമ്മീഷനുണ്ട്, വനിതകളുടെ കാര്യങ്ങളുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. പക്ഷേ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് അല്ലെങ്കിൽ സമ്പത്ത് മറ്റു ഉറപ്പാക്കാനും 7 മാസം വരെ എൻആർഐ കമ്മീഷൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അത് നോക്കുകയാണെന്ന് വലിയ വാർത്തകൾ വരും. എന്താണ് എൻആർഐ കമ്മീഷൻ പ്രവർത്തിക്കണമെന്നുള്ളത് തന്നെയാണ്. ആ പ്രവർത്തനം ഒരു ജസ്റ്റിസിന്റെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ആ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പരിഹൃതമായിട്ടുണ്ട്. അത് സാധാരണ നിലക്ക് പ്രവർത്തിച്ചു പോകാവുന്നതേ. അത് ഇവരോട് ചർച്ച ചെയ്യേണ്ടതല്ലല്ലോ. ആ ചർച്ച രാജ്യത്തിലെ ഗവൺമെന്റ് ആണല്ലോ തീരുമാനിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റ് വല്ലാത്ത ചാർജ് ഈടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ നമുക്കെല്ലാം അറിയാവുന്നത് പോലെ തന്നെ എല്ലാവരും അത് പറയുന്നുണ്ട്, സർക്കാരിൻ്റെ അടുത്ത് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പൊ ഞാൻ മുഖ്യമന്ത്രി ആയതിനു ശേഷവും 2 തവണയെങ്കിലും സിവിൽ ഏവിയേഷൻ മിനിസ്റ്ററുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തതാണ്. പ്രധാനമന്ത്രിയുടെ അടുത്ത് തന്നെ ഈ പ്രശ്നം ഉന്നയിച്ചതാണ്. പക്ഷെ കാര്യങ്ങൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ആ മാറ്റമില്ലാതെ തന്നെ നിൽക്കുക. അല്ല, എയർ കേരള പദ്ധതി ഇപ്പോൾ ഇല്ല. ഇപ്പോഴതിനെപ്പറ്റി ആലോചിക്കുന്നു. കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട ഒരു 300 സ്ഥലത്തിന്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ഒരു പ്രവാസികൾ വലിയ മാർച്ച് നടത്തിയിരുന്നു. അത്
അതുമായി ബന്ധപ്പെട്ട് 300 ഏക്കർ സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ബഹുമാന്യ മുഖ്യമന്ത്രിയെ സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞതാണ് താങ്കൾ അതിന് പൂർണ്ണ സപ്പോർട്ട് നൽകുമെന്ന് പറഞ്ഞു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. എന്താണ് അതിനുള്ള തുടർ നടപടി? ഈ കേരളത്തില് നമ്മൾ കാര്യങ്ങൾ മറന്നുപോകരുത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? കോഴിക്കോട് എയർപോർട്ട് സ്ഥലമില്ലാത്തതിന്റെ ഭാഗമായിട്ട് കുറെ കാലമായിട്ട് പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ്. അവസാനം എയർപോർട്ട് തന്നെ നഷ്ടപ്പെടുമെന്ന അവസ്ഥയിലെത്തി കിടക്കുകയാണ്. അങ്ങനെ ഉള്ളൊരു ഘട്ടത്തിലാണ് ഈ പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത്. ഞങ്ങളതിലെടുത്ത സമീപനം തന്നെ ഈ സ്ഥലം ലഭ്യമാക്കണം എന്നുള്ളതാണ്. അത് ആരെങ്കിലും നിവേദനം തന്നതിന്റെ ഭാഗമായിട്ടല്ല, തുടക്കത്തിൽ തന്നെ എടുക്കുക. അതിന്റെ ഭാഗമായിട്ട് ചില നടപടികൾ സ്വീകരിച്ചു. മന്ത്രി KT ആ നടപടികളുടെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിലൊരു ചർച്ച നടന്നു. ആ ചർച്ചയെല്ലാം കഴിഞ്ഞതിന് ശേഷം മന്ത്രി ജലീൽ അവിടെ തന്നെ ഒരു ചർച്ച നടന്നു ഈ സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ സംസ്ഥാന സർക്കാർ ആ കാര്യത്തിൽ നല്ല വേഗതയിൽ തന്നെ നടപടികൾ സ്വീകരിച്ചു വരിക. അത്തരം ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും പലരും ഇത് വേഗത കൂട്ടണമെന്നൊക്കെ പറഞ്ഞ ആവശ്യം ഉന്നയിക്കും. ആ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഏതായാലും സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം അവിടെ തന്നെ ആ എയർപോർട്ട് നിലനിർത്തണമെങ്കിൽ കൂടുതൽ സ്ഥലം വേണം. ആ സ്ഥലം എടുത്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. അതിന്റെ നടപടികൾ സ്വീകരിച്ചു വരിക. അതോടൊപ്പം പറഞ്ഞിട്ടുള്ളത് വലിയ വിമാനങ്ങൾ നേരത്തെ അവിടെ ഇറങ്ങിയിരുന്നു. ആ വിമാനങ്ങൾ ഇറങ്ങാനുള്ള സൗകര്യം ഈ ഉറപ്പിന്മേൽ ഉണ്ടാക്കണം. അതായത് സ്ഥലം എടുത്തു കൊടുക്കാൻ സർക്കാർ തയ്യാറാകും. സംസ്ഥാന സർക്കാർ ആ ഉറപ്പ് നൽകും. അപ്പോൾ സ്ഥലം ലഭ്യമാകും എന്ന ഉറപ്പിന്മേൽ നേരത്തെ ഇറങ്ങിയതുപോലെ വലിയ വിമാനങ്ങൾ ഇപ്പോൾ മറ്റ് മെയിൻ്റനൻസ് വർക്കൊക്കെ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ആ ഉള്ള സ്ഥലത്ത് വലിയ വിമാനങ്ങൾ പഴയതുപോലെ ഇറങ്ങണം. അങ്ങനെ വന്നാലേ ഹജ്ജ് വിമാനങ്ങൾക്ക് അവിടുന്ന് പോകാൻ പറ്റും. ഇത് കേന്ദ്ര വ്യോമയാന മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായും ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് ആ കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ആണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. ഞങ്ങൾ അവരെ ഒരു ടീമിനെ അയക്കാം ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനിടക്ക് ഈ എയർപോർട്ട് ഇവിടെ ഇല്ലാതായാൽ തിരക്കുകളില്ലാതെ ചിന്തിക്കുന്ന ഒരു കൂട്ടറും ഉണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് എയർപോർട്ട് വേണ്ടത് നിലനിൽക്കേണ്ടത്. ഇത് തന്നെ വികസിക്കുകയാണ് വേണ്ടത്. ഇതാണ് സർക്കാരിന്റെ സമീപനം. രണ്ട് ഏരിയകളുമായിട്ട് ഈ കേരളത്തിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടി പല ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ആയുർവേദവും ടൂറിസവും വളരെ പ്രധാനപ്പെട്ട രണ്ട് മേഖലകൾ. ഇത് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് അതൊരു ഇക്കോമും കേരള ഗവൺമെന്റും കൂടി ഒരു പദ്ധതിയാണ്. ഈ പുതിയ മേഖലകളിൽ ഇപ്പൊ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം അല്ലെങ്കിൽ ടൂറിസം ഡെവലപ്മെന്റ് ഇതൊക്കെ ദുബായ് ഹോൾഡിംഗുമായിട്ട് ഉള്ള പദ്ധതികളായിരുന്നു. അതോ സ്വകാര്യ പങ്കാളിത്തത്തോടെയാണോ? അതിന്റെ എന്തെങ്കിലും ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എന്തെങ്കിലും സ്ട്രക്ചർ പ്രോജക്ട് റിപ്പോർട്ടുകൾ എന്തെങ്കിലും കുറിച്ച് പബ്ലിക് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തിൽ ഒരു സ്വകാര്യ പങ്കാളിത്തം ഇല്ല. അത് നമ്മുടെ സർക്കാർ തന്നെ വികസിപ്പിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് സ്വാഭാവികമായി നമുക്ക് ലഭിക്കേണ്ട സഹായങ്ങളുണ്ടാവും. ആ സഹായം സ്വീകരിക്കും. പക്ഷെ അത് പൂർണ്ണമായും ഒരു സർക്കാർ സ്ഥാപനമായിരിക്കും. എന്നാൽ ആയുർവേദത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി ഇവിടെ ആയുർവേദവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതാണ് ചർച്ച ചെയ്തത്. അത് എങ്ങനെയെന്നുള്ളത് ഇപ്പോൾ ആയിട്ടില്ല. ഒരാശയം മാത്രം ചർച്ച ചെയ്തല്ലേ. മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മാത്രമേ എങ്ങനെയെന്നുള്ളത് വ്യക്തം. അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നതിൽ ആരുടെയും പങ്കാളിത്തം. ഇവിടെയുള്ള ആയുർവേദ സെന്ററുകളൊക്കെ മസാജ് സെന്ററിന്റെ അപ്പുറത്തുള്ള എൽജിനാഥന്റെ വൈദ്യുതല്ല. അതെല്ലാരും അതാണല്ലോ ഞാൻ പറഞ്ഞത്. നമ്മുടെ ആയുർവേദത്തിന്റെ പേരിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ യഥാർത്ഥ ആയുർവേദം എന്താണെന്ന്
എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അത് നല്ല കാര്യമായിട്ട് കണ്ടാൽ മതി. പ്രവാസികളുടെ വകുപ്പിന്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന അർദ്ധ സർക്കാർ സ്ഥാപനമാണ് നോർക്ക റൂട്ട്സ്. ഈ സർക്കാർ വന്നതിന് ശേഷം അതിന്റെ നോർക്ക റൂട്ട്സിന്റെ പഴയ ഡയറക്ടേഴ്സും അത്തരത്തിലുള്ള ആളുകളെയും മാറ്റുകയോ അല്ലെങ്കിൽ സാധാരണക്കാർ നമ്മൾ ആദ്യം കൂടി ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് നോർക്ക റൂട്ട്സിൽ കൂടുതൽ സാധാരണക്കാർക്ക് സംബന്ധിക്കാൻ കഴിയുന്ന കുറെ ആൾക്കാരെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുനഃക്രമീകരണം. ഒന്ന് രണ്ട്, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കുറെ മാസങ്ങളായിട്ട് സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ നോർക്ക റൂട്ട്സ് നൽകുന്ന തിരിച്ചറിയൽ കാർഡെന്ന പേരിൽ കേരളത്തിൽ നൽകുന്ന ഇൻഷുറൻസ് കാർഡാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഇൻഷുറൻസ് കാർഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും എനിക്ക് ഞാൻ ഇൻഷുറൻസ് കാർഡ് എടുത്താൽ ഇവിടെ എനിക്ക് അപകടം ഉണ്ടായാൽ എനിക്ക് യാതൊരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. കാരണം അത് ഇന്ത്യയിലെ ഇൻഷുറൻസ് കാർഡ് അനുസരിച്ച് പുറത്തിറക്കുന്ന ഒരു കാർഡാണ്. അപ്പൊ ഇത്തരത്തിൽ നോർക്ക റൂട്ട്സിന് അവിടെ ഒരുപാട് ഫണ്ടുണ്ട്. സാധാരണക്കായി ഇവിടെ തിരിച്ചു പോകുന്ന ആളുകളെ പുനരുദ്ധരിപ്പിക്കാനുള്ള ലോൺ അടക്കമുള്ള സംഭാവന വായ്പകൾ നൽകാൻ കഴിയുന്നതിനുള്ള ഫണ്ടും ഈ നോർക്ക റൂട്ട്സ് ഉണ്ട്. അതിനൊന്നും ഉജ്ജീവിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചർച്ചകൾ അന്ന് തുടങ്ങിയിട്ടുണ്ടോ? ഈ പറഞ്ഞ കൂട്ടത്തിൽ അതുമുണ്ട്. നോർക്ക റൂട്ട്സിനെ പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകൾക്ക് ഉപകരിക്കത്തക്ക രീതിയിൽ വ്യാപിക്കേണ്ടതുണ്ട്. അവർ കൊടുക്കുന്ന ആനുകൂല്യങ്ങളും മറ്റും അതിലുള്ള ഒരു പ്രശ്നം, നമ്മൾ പ്രവാസികൾക്ക് സഹായങ്ങൾ ചെയ്യാനുള്ളൊരു കമ്മിറ്റി ആകുമ്പോൾ പ്രവാസികൾ നല്ല രീതിയിൽ പ്രാതിനിധ്യമുള്ള ഒന്നാവണം. ആ തരത്തിൽ തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ പറഞ്ഞു ഒരുപാട് തിരക്കുണ്ട്. പ്രവാസികളെ വകുപ്പിന് ചുമതല കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട്. പക്ഷേ അതിന് അദ്ദേഹത്തിന് കൃത്യമായ സമയം ചെലവഴിക്കാൻ പറ്റില്ലെങ്കിൽ ആ ഉത്തരവാദിത്വം മറ്റൊരാളെ ഏൽപ്പിക്കണം എന്നാണ് അദ്ദേഹം. അല്ല, അദ്ദേഹത്തിന്റെ ഉപദേശം പരിശോധിക്കാം. അദ്ദേഹം നല്ല നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങളായിരിക്കും. അത് പരിശോധിച്ച് നോക്കാം. കേന്ദ്ര തലത്തില് പ്രവാസി മന്ത്രാലയം നിർത്തലാക്കിയത് സംസ്ഥാന തലത്തില് ഈ നോർക്ക റൂട്ട്സിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പ്രവാസികാര്യ മന്ത്രാലയം നിർത്തലാക്കിയത് വലിയ തിരിച്ചടി തന്നെയാണ്. അത് നമുക്ക് പ്രവാസികൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നോർക്ക റൂട്ട്സിന്റെ അടക്കം പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കാൻ എങ്ങനെ സാധിക്കും? ഇവിടെയുള്ള സംസ്ഥാന ഗവൺമെന്റ് പല പരിമിതികളുമുണ്ട്. എന്നാൽ ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും അതും സംസ്ഥാന സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുക. നോട്ട് നിരോധനത്തിന് ശേഷം പ്രവാസികൾക്ക് പല ആശങ്കകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മടങ്ങിയുടെ ഇവിടെ ഉള്ള പ്രവാസികളുടെ ചെറിയ ചെറിയ തുകകളുണ്ട്. ഇപ്പോൾ നാട്ടിലേക്ക് പോകുമ്പോൾ വഴിച്ചെലവിനും മറ്റും കഴിക്കുന്ന 1000, 5000 ചെറിയ തുകകൾ. ഇതെന്ത് ചെയ്യും എന്നത് സംബന്ധിച്ച ആശങ്കയുണ്ട്. പലരും നാട്ടിലേക്ക് പോകുന്നവരുടെ കയ്യിൽ മാറ്റിയെടുക്കാൻ കൊടുത്തായിരിക്കും. ഇത് വലിയ എമൗണ്ട് വരും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന ഇതിന്റെ സ്ഥാനത്തിൽപ്പെടുന്ന തുകയാണ്. ഇതെന്ത് ചെയ്യും എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ലേ? ആ വ്യക്തത ഇപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവും പലരും. കാരണം ഈ ഡിസംബർ 30 ഒരു കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചിരുന്നത്. അതിനുള്ളിൽ പിന്നെ നടപടികൾ എടുത്തിട്ടുണ്ടാവും. പിന്നെ ബുദ്ധിമുട്ട് പ്രവാസി എന്നോ തദ്ദേശവാസി എന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും ബുദ്ധിമുട്ട് ഒരേപോലെയാണല്ലോ ഇതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത്. കാരണം നിങ്ങളുടെ കയ്യിലുള്ള പണമാണല്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത്. നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശാണല്ലോ. ഇപ്പോൾ ജോലി ചെയ്ത് ശമ്പളം കിട്ടി, ആ ശമ്പളം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് വന്നാൽ പ്രയാസമായി. അതുപോലെ നിങ്ങളൊരു ആവശ്യത്തിന് വേണ്ടി പണം സൂക്ഷിച്ചിരിക്കുന്നു, ആ പണം ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പ്രയാസമായില്ലേ? പെൻഷൻ പറ്റിയൊരു ഫണ്ട് ആ കിട്ടിയ ആനുകൂല്യങ്ങൾ അടുത്ത ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു, അതെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പ്രയാസമായില്ലേ? ഒരു കല്യാണ ആവശ്യം വരുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യം വരുന്നു, അത് കണ്ടുകൊണ്ട് നേരത്തെ പണമെടുത്ത് സൂക്ഷിച്ച് ബാങ്കിൽ വെച്ചിട്ടുണ്ട്, അത് ആ ആവശ്യത്തിന് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ പ്രയാസമായി. ആ പ്രയാസമാണ് ഇന്ന് നാട് മുഴുവനുള്ളത്. എല്ലാവർക്കും ആ പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഡിമോണിറ്റൈസേഷൻ പ്രശ്നം എല്ലാവരെയും ബാധിച്ചൊരു പ്രശ്നമാണ്. പക്ഷേ ഒരു പൊതുവികസന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതുമായി ബന്ധിപ്പിച്ചുള്ള മറ്റ് നിഷേധാത്മക കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതിന്റെ അർത്ഥം ഇത് പോസിറ്റീവാണെന്നല്ല. കാരണം ഇതിന്റെ ഭാഗങ്ങൾ എന്തിനാണ് അതിൽ പറയുന്നത് എന്നുള്ളത് കൊണ്ട് പറയാതിരുന്നതായിരിക്കും. ഇതിന്റെ പ്രശ്നം എല്ലാവരും അനുഭവിക്കുന്നതാണ്.
അതെല്ലാവർക്കും ഒരേപോലെ ബാധകമായിട്ടുള്ളത്. കേരളവും യു എയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് കഴിഞ്ഞ തിരുവനന്തപുരത്ത് തുറന്ന യു എ കോൺസുലേറ്റ്. നേരത്തെ തന്നെ നമ്മൾ പറയുന്നുണ്ട് ഇവിടെ പ്രവാസികൾക്ക് പല സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ്, പ്രത്യേകിച്ച് നോക്കിയുടെ അറ്റസ്റ്റേഷന് വേണ്ടിയിട്ട് അത്തരത്തിൽ ഇപ്പം സംഘടനകളൊക്കെ ഇപ്പോൾ ഷാദി ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള സംഘടനകൾ വളരെ ശക്തമായ നിലയിലൂടെ പ്രവർത്തിക്കുന്നതാണ്. അപ്പൊ അത്തരം സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവാസിയുടെ വകുപ്പിൽ ഒരു പ്രതിനിധി ഓഫീസ് യു എയിൽ തുടങ്ങാൻ അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അത്തരത്തിലൊരു ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്? നിർദ്ദേശമൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആലോചിക്കുന്ന കൂട്ടത്തിലുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഈ പ്രവാസികാര്യ വകുപ്പില്ലാത്തതായ സാഹചര്യത്തിൽ ഇവിടെ നോർക്കയുടെ പ്രവർത്തനം എങ്ങനെ വ്യാപിപ്പിക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിന്റെ മൂർത്തമായ രൂപം എടുത്തു വരും. ഈ ആഭ്യന്തര വകുപ്പ് താങ്കളുടെ ഏറ്റെടുക്കുന്ന വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. കേരളത്തിലെ ജനങ്ങൾക്കും പ്രവാസ ലോകത്തിനുണ്ടായിരുന്നു പ്രതീക്ഷ. പക്ഷേ പിന്നിട്ട് ഒരു 7 മാസത്തെ അനുഭവം വളരെ നിരാശാജനകമാണ്. കാരണം പോലീസ് കയറി അധികാരം കൈയാളുക, ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു, പിന്നെ വളരെ തെറ്റായിട്ടുള്ള ഒരു സന്ദേശം പോയിക്കൊണ്ടിരിക്കുന്നത്. തലവട്ടമാനന്ദൻ പോലും ഇന്നലെ സൂചിപ്പിക്കുകയുണ്ടായി. കാരണം ഇങ്ങനെ കൈവണ്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നാണ് പരോക്ഷമായിട്ട് അത്തരം പ്രതികരണങ്ങൾ CPI നേരത്തെ തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പൊ ഇതിന് കൺട്രോൾ നഷ്ടപ്പെടുന്നതാണോ അതോ പിന്നെ വേറെ പോലുള്ള ഒരാൾക്ക് പിന്നെ ഇതിന്റെ ദൗർബല്യമാണോ ഇത് തെളിയിക്കുന്നത്? കൺട്രോൾ നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ഇതേവരെ തോന്നിയിട്ടില്ല. ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. പോലീസിൽ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ അല്ല, അത് കേരളത്തിലെ പോലീസിൽ ഒരു ആർക്കും സ്വാധീനം ഉള്ളതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് പറയേണ്ട കാര്യങ്ങളല്ലേ ഞാനിപ്പോ നിങ്ങളോട് പറയും. അതിനപ്പുറം നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കരുതല്ലോ ഇപ്പോ. മുഖ്യമന്ത്രി നയിക്കുന്ന മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട സംഭവമാണ് മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി രാജഗോപാലിനെ ശ്രീവത്സകുമാറിന്റെ കടമ്പൂർ സുരേന്ദ്രന്റെ മന്ത്രിയുടെ സെക്രട്ടറിനെ 5 കോടി രൂപ ഹൈക്കോടതിയുള്ള കേസ് 1 കോടി രൂപ കൊടുത്ത വ്യക്തികരമെന്ന് പറഞ്ഞിട്ടാണ് മത്സരിച്ചിരിക്കുന്നത്. അപ്പൊ പോലീസും വിജിലൻസും കേസ് തപ്പിയിട്ട് പോലും മന്ത്രിമാർ ഉദ്യോഗസ്ഥർ വീണ്ടും അഴിമതി പക്ഷത്താണെന്നുള്ള തെളിയിക്കുന്ന സംഭവം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രി വിഷയം? എന്താ എന്ത് കാര്യം? ഇതില് കേരളത്തിലെ LDF മന്ത്രിമാരെ പറ്റി എല്ലാവർക്കും അറിയാം. അത് നല്ല കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകും. അഴിമതിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു മന്ത്രിയും കാണിക്കുന്നില്ല. അഴിമതി രഹിതമായ ഭരണമാണ് എന്ന് കുറച്ചു കാലമായിട്ട് നിങ്ങൾ കേരളത്തിൽ പോകാത്തതുകൊണ്ട് മനസ്സിലാക്കിയെന്നറിയില്ല. എല്ലാവർക്കും ബോധ്യമുണ്ട്, മുഴുവൻ ആൾക്കും. അതിൽ ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. മുഴുവൻ ആൾക്കും ഉള്ള ബോധ്യമാണ്. അത് അല്ല, ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. ഞാൻ അഴിമതിയെ പറ്റി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനാണ് പറയുന്നത്. അല്ല, അതെല്ലാം ഞാൻ പറഞ്ഞില്ല. അത് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ. അത് ഗവൺമെന്റിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ നടത്തുമല്ലോ. അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അത് ഇന്നതൊക്കെയാണ് നിങ്ങളോട് ആദ്യം പറഞ്ഞാൽ പിന്നെ യോഗാവും. മലയാളിയാണ്. മുഖ്യമന്ത്രി ആയതിനു ശേഷവും മുൻകൊടുത്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് മലയാളികൾക്കൊക്കെ അഭിമാനവും. പക്ഷേ ഷാർജയില് ഞങ്ങളുടെ കൂടെ വന്നൊരു ഒരിക്കൽ പോലും മുൻകൊടുത്തിട്ട് പോകാൻ കഴിയും കാണിച്ചില്ല. കാരണം സാധാരണ ഒരു തൊഴിലാളി മുൻകൊടുത്തുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ 500 പേരെ പിഴയും ചിലപ്പോൾ ജയിലിൽ പോകേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇവിടെ മുൻകെന്ന് പറയുന്നത് മലയാളികളുടെ അഹങ്കാരമാണ്. പക്ഷേ മുൻകൊടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഷാർജയിൽ ദുബായിലും ഒക്കെ 500 രൂപ ഫൈനാണ്. ഇപ്പൊ ഈ ഷാർജ ഡേറ്റിൽ കൊടുക്കുന്ന ഡിമാൻഡുകളില്ല. എനിക്കറിയില്ല. അത് ശശി അത് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് അദ്ദേഹം എനിക്ക് അങ്ങനെ ഒരു കാര്യമേ അറിയില്ല. ഇവിടെ ധാരാളം ആളുകൾ മുണ്ടെടുത്ത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സൗകര്യത്തിന് വേണ്ടി പേരാണ് എല്ലാവരും ധരിക്കുന്നത് വേറെ കാര്യം. എന്നാൽ മുണ്ടെടുക്കുന്ന അത്യാവശ്യം ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും ഇവിടെ ഇതിന് മുമ്പ് വന്നപ്പോൾ. പോലീസിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് സാധാരണഗതിയിൽ ഉയരുന്ന പ്രശ്നങ്ങൾ അത് പരിശോധിക്കാനുള്ള സംവിധാനം ഗവൺമെന്റിനുണ്ട്. അത്
അത് ആരുന്നയിച്ചാലും പരിശോധിക്കും. അത് നിങ്ങൾ ഉന്നയിച്ചാലും പരിശോധിക്കൂ, ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവ് ഉന്നയിച്ചാലും പരിശോധിക്കും. എല്ലാ പരിശോധനയും ഗവൺമെന്റ് നടത്തും. സാറ് പറഞ്ഞു ദുബായ് ഹോർഡിംഗ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൂറിസം മേഖല, പ്രത്യേകിച്ച് തീരദേശ ടൂറിസം മേഖലയിൽ സജീവമായ ചർച്ച നടത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ തീരദേശ ടൂറിസം മേഖലയിലെ വികസനത്തിന്റെ തടസ്സം കോസ്റ്റൽ തീരദേശ പരിപാലന നിയമമാണ്. അതിന്റെ അതുകൊണ്ടാണ് അവിടെ പല വികസനവും നടക്കാതെ പോകുന്നത്. അത് ഭേദഗതി വരുത്താൻ സർക്കാർ സന്നദ്ധമാകുമോ? അത് സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ ഭേദഗതി വരുത്താൻ കഴിയുന്നതല്ല. എന്നാൽ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് നിലവിലുള്ള നിയമവും ചട്ടവും പാലിച്ചുകൊണ്ട് തന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. കൂട്ടത്തിൽ നിലവിലുള്ള നിയമത്തിലും ചട്ടങ്ങളിലും എങ്ങനെയൊക്കെ ഭേദഗതി വരുത്താൻ പറ്റും, അത് കേന്ദ്ര ഗവൺമെന്റിനോടും ആവശ്യപ്പെടുന്നു. കേന്ദ്ര ഗവൺമെന്റ് എടുത്ത് നേരത്തെ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒരു അക്കാര്യത്തിൽ ഒരു നിഷേധാത്മക സമീപനമാണെന്ന് പറയാൻ പറ്റില്ല. കേന്ദ്ര ഗവൺമെന്റ് ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു നിലപാടെടുത്തിട്ടുണ്ട്. കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കാനേ പറ്റും. നിയമം ഉണ്ടായിരുന്ന കേരള സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത് GFS പോലെയുള്ള ഒരു കമ്പനി കൊച്ചിൻ കായൽ നികത്തി വലിയ ഫ്ലാറ്റുകൾ പണിത് ഉയർത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് നടപടിയും വന്നില്ല. അപ്പോ അതായത് നിലവിലുള്ള നിയമം ഉണ്ടായിരിക്കെ, നിയമത്തിൽ തീരദേശ മേഖലയിൽ പരിപാലനം ഉണ്ടായിരിക്കെ ഇത്തരം നിയമലംഘനങ്ങൾ വലിയ വലിയ കമ്പനികൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നിയമലംഘനങ്ങൾ നടത്താൻ സൗകര്യം കിട്ടിയ ഒരു അവസരം കേരളത്തിൽ ഉണ്ടായിരുന്നു. അത് നമ്മൾ മറക്കണ്ട. ആ അവസരം ഏതായാലും LDF ഗവൺമെന്റിന് കീഴിൽ ഉണ്ടാവില്ല. ആ ഉറപ്പ് എനിക്കിപ്പം നൽകാനും. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ പ്രശ്നങ്ങൾ കോടതിയുടെ പരിശോധനയിൽ കിടക്കുന്നതാണ്. ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് ഇപ്പൊ കടക്കുന്നു. എന്റെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ വന്ന പരാതി ഇപ്പോ ഷെഡ്യൂൾഡ് ബാങ്കുകൾക്ക് മാത്രം, നമ്മുടെ നാഷണലൈസ്ഡും അല്ലാത്തതുമായിട്ടുള്ള കമേഴ്ഷ്യൽ ബാങ്കുകൾക്കൊക്കെ അത്തരം സൗകര്യങ്ങൾ ലഭ്യമാകുന്നുണ്ട്. കോപ്പറേറ്റീവ് ബാങ്കുകളെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളെ കൂടി ഉൾപ്പെടുത്തണമെന്ന നിലപാടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഈ അടുത്ത ഘട്ടത്തിൽ എന്റെ മുമ്പിൽ അത്തരം ഒരു പ്രശ്നം വന്നിരുന്നു. ആ നിലയിലേക്ക് കാര്യം അതിൽ സർക്കാരിന്റെ വ്യക്തമായ നിലപാടുണ്ട്. ഞങ്ങള് ജനാധിപത്യ അവകാശങ്ങൾ ഒരു തരത്തിലും നിഷേധിക്കാൻ പാടില്ല എന്ന ശക്തമായ അഭിപ്രായത്തിൽ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ കാപ്പ ഉപയോഗിക്കുക, അതിനോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല. EAPAയോട് നേരത്തെ തന്നെ വിയോജിപ്പ് ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു പ്രശ്നമുള്ളത്, ചില തീവ്രവാദ കേസുകൾ വരുമ്പോൾ ആ തീവ്രവാദ കേസുകളുമായി ബന്ധപ്പെട്ടവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി സ്വാഭാവികമായി തന്നെ EAPA വരുന്നു. അത് പിന്നീട് NIAക്ക് കേസ് മാറ്റിക്കൊടുക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ EAPA ചുമത്തുന്ന നില വരുന്നു. അത് കേരളത്തിലെ ഗവൺമെന്റ് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ല. കേരളത്തിലെ ഗവൺമെന്റിന്റെ അഭിപ്രായം സാധാരണ നിലയ്ക്ക് ഉപയോഗിക്കേണ്ടതല്ല എന്ന് തന്നെയാണ്. അത് ജനാധിപത്യ അവകാശങ്ങളുടെ നിഷേധമായിട്ടാണ് വരിക എന്നുള്ളത് തന്നെയാണ്. വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് വിജിലൻസിനെ ഇന്നലെ ശങ്കരടി വിജിലൻസിനെ വിജിലൻസ് വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരുടെ തത്സമയ കത്ത് പുറത്തുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രതികരണം എന്താണെങ്കിലും ഉദ്യോഗസ്ഥ ഏറ്റെടുക്കണം. കത്ത് കിട്ടട്ടെ എന്നിട്ട് പറയാം. കത്ത് ഞാൻ കണ്ടിട്ടില്ല എന്താണെന്നുള്ളത്. കത്ത് കിട്ടിയിട്ട് പറയാം എന്താണെന്നുള്ളത്. വിജിലൻസ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ വിജിലൻസിന്റെ ജോലി ചെയ്യാനുള്ളവരാണ്. നിങ്ങളിപ്പോ ഒരു പരാതി എഴുതി കൊടുത്താൽ ആ പരാതി പരിശോധിക്കാനുള്ള ബാധ്യത വിജിലൻസിനുണ്ട്. അപ്പോൾ പരിശോധിക്കേണ്ടത് കൃത്യമായിട്ടാണെന്ന് മാത്രം. പരിശോധനയിൽ നിന്ന് ആരെയെങ്കിലും ഒഴിവാക്കണമെന്ന് പറയാൻ ആർക്കും സാധിക്കില്ല. അത് വിജിലൻസ് ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി വിജിലൻസ് ചെയ്യുന്നുണ്ടാവും. ബാക്കി കാര്യങ്ങൾ ഉന്നയിച്ചതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താണ് ഉന്നയിച്ച പ്രശ്നങ്ങൾ എന്താണ്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പരിശോധിക്കാനേ പറ്റും. അത് കിട്ടിയാലേ പറയാൻ പറ്റും. പൊളിച്ചു നീക്കണ്ട, 1 കോടി രൂപ പിഴ അടച്ചാൽ മതി. എങ്കിൽ പോലും അത് അവിടെ പരിസ്ഥിതി ചൂഷണം നടന്നിട്ടുണ്ട്. പക്ഷേ പൊളിച്ചു നീക്കണ്ട, 1 കോടി രൂപ പിഴ അടച്ചാൽ മതി. ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അഭ്യർത്ഥിച്ചു.
ഇന്നലെയും ചെയ്ത് വരട്ടെ, നോക്കാമല്ലോ. കേരള പോലീസ് ന- നിരവധി ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതികൾ നമുക്കപ്പോ മതിയാകാം അല്ലേ? അല്ല, ഒരു കാര്യം പറഞ്ഞല്ലേ. കഴിഞ്ഞ മന്ത്രിസഭയിലെ 10 പേർക്കെതിരെ ബന്ധുതീവ്ര വിവാദത്തിൽ അന്വേഷണത്തിന് ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നു കോടതി. അത് കേസ് പറയുന്നത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു ഈ കേസിനെ എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി, കെ എം മാണി അടക്കമുള്ള 10 പേർക്കെതിരെ അന്വേഷണം നടത്താനാണ് കോടതിയിലുള്ളത്. കോടതി ഉത്തരവിൽ എങ്ങനെയാണ് രാഷ്ട്രീയം വരിക? കോടതിയുടെ കാര്യം, അതായത് കോടതി ഒരു കാര്യം പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നോക്കി രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കാൻ പാടില്ല. കോടതിയുടെ നിലപാട് പറയുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടക്കട്ടെ, അത്രയല്ലേ പറയാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ വിദേശ യാത്രയാണ് UAE-യിലേക്ക്. ഇത്തരത്തിൽ പ്രവാസി മന്ത്രി കൂടിയായ താങ്കൾ ഇനിയും ഇത്തരത്തിൽ യാത്രകൾ നടത്തുമോ? അടുത്ത യാത്ര എങ്ങോട്ടേക്ക്? ഇന്നലെ പറഞ്ഞ കാര്യത്തിനകത്ത് പ്രവാസി നിക്ഷേപങ്ങളിൽ സർക്കാർ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഏത് മേഖലകളിലായിരിക്കും, അല്ലെങ്കിൽ കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട നിക്ഷേപങ്ങളാണ്? കിഫ്ബിയുടെ നിക്ഷേപത്തിന് പൂർണ്ണമായിട്ടും ഗ്യാരണ്ടി ഇപ്പൊ തന്നെയുണ്ട്. അല്ലാത്ത കുറെ പദ്ധതികൾ വരും. ആ പദ്ധതികളിൽ നിക്ഷേപം വരുമ്പോൾ ആ നിക്ഷേപത്തിൽ ഒരു പൈ പോലും നഷ്ടപ്പെടാതിരിക്കാനുള്ള തരത്തിലുള്ള ഗ്യാരണ്ടി ഉണ്ടാവും. അതാണ് പ്രശ്നം. അത് ഓരോന്നിന്റെയും കാര്യങ്ങൾ പിന്നീട് വ്യക്തമാവും. അവിടെ നമുക്ക് സ്വന്തമായിട്ട് വീട് വെക്കാൻ എന്നുള്ള ഒരു പ്രൊപ്പോസൽ അത് എത്രത്തോളം പ്രായോഗികമായി ഇവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ച് നടക്കുമെന്ന കാര്യം ചിന്തിച്ചിട്ടാണോ ഇത് നടത്തിയത്? എന്താണ് ഇത് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് പ്രൊപ്പോസലാണോ? അത് കുറച്ചുകൂടെ ക്ലാരിറ്റി തരുവാണെങ്കിൽ കുറച്ചുകൂടെ. അതിനകത്ത് അപ്രായോഗികമായിട്ടൊന്നുമില്ല. ഭൂമി ലഭ്യമാകുകയാണെങ്കിൽ ഒരു പൊതു സംവിധാനം ഉണ്ടാക്കി ഈ പറയുന്ന താമസ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയും. നിങ്ങളിവിടെ അല്ല, അതൊക്കെ അവർ തീരുമാനിക്കേണ്ടതല്ലേ. നിങ്ങളെന്തിനാ ആദ്യം തന്നെ കിട്ടുമോ കിട്ടില്ല എന്നുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നു. നമ്മള് ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ. ഗവൺമെന്റ് അങ്ങനെ ഒരു പദ്ധതി നടക്കട്ടെ എന്ന് തീരുമാനിച്ച് ഭൂമി തരാൻ തയ്യാറാകുന്നുവെങ്കിൽ നടക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള മലയാളികളെ നിർമ്മിക്കണം. എങ്ങനെ നിർമ്മിക്കണം എന്നുള്ളതൊക്കെ പിന്നീട് ആലോചിക്കേണ്ടതാണ്. ഈ ഭൂമി കിട്ടുമെങ്കിലാണല്ലോ. ആ ഭൂമി കിട്ടുന്ന മുറക്ക് ഇവിടെയുള്ള മലയാളികൾ ഇപ്പൊ നിങ്ങൾ എങ്ങനെയാ താമസിക്കുന്നത്? വാടക കൊടുത്തിട്ടില്ല. ആ വാടക കൊടുക്കുന്നതിന് പകരം ഇത് ഒരു സംവിധാനം, ഇപ്പൊ നമ്മളൊരു ഹൗസിംഗ് സൊസൈറ്റി പോലെ ചിന്തിക്കും. ഇവിടുത്തെ ഹൗസിംഗ് സൊസൈറ്റി അല്ല ഞാൻ പറയാം, നാട്ടിലൊരു ഹൗസിംഗ് സൊസൈറ്റി ചിന്തിക്കും. ഹൗസിംഗ് സൊസൈറ്റി പോലെ ഒരു സ്ഥാപനം ഈ കെട്ടിടമുണ്ടാക്കും. നിങ്ങൾ താമസിക്കുന്നു. ഹൗസിംഗ് സൊസൈറ്റിയിലേക്ക് നിങ്ങൾ ഈ ഓരോ മാസത്തെയും വാടക അടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അത് സ്വന്തമായിട്ട് വരും. ഇതാണ് എന്റെ ആശയം. ഇനി ഇവിടുത്തെ നിയമത്തിനും വ്യവസ്ഥക്കും അതിന് വേറെ മാറ്റങ്ങൾ വേണമെങ്കിൽ ആ മാറ്റം അന്നേരം ആലോചിച്ചാൽ മതിയല്ലോ. അപ്പൊ നന്ദി, എല്ലാവർക്കും നന്ദി. ഗൾഫ് പര്യടനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ തത്സമയ ശബ്ദ സംപ്രേഷണമാണ് നമ്മൾ കേട്ടത്.